السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അർഹമറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ അളവറ്റ അനുഗ്രഹം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ പ്രിയപ്പെട്ട സഹചാരികളായ സഹാബത്തുൽ കിറാം നന്മയുടെ മുഴുവൻ ആളുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം അല്ലാഹു സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും മനസ്സിൻ്റെ ഹലാല ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹീത രാവിലെ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയവർക്കൊക്കെ വേണ്ടി നമ്മുടെ ദുആ അവർക്കൊരു സമ്മാനമായി കൊടുക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. തത്സമയം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സലാം കൊണ്ട് സാന്നിധ്യം അറിയിച്ച അൽ അമീൻ കുറിഞ്ചിലക്കാട്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ സ്വീകരിക്കട്ടെ. കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു തആല മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരി ഷമീറ എന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല പരിപൂർണമായി മഗ്ഫിറത്തിന്റെ മർഹമത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുത്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ സഹോദരനും കുടുംബത്തിനുമെല്ലാം ഒരുമിച്ച് കൂടി കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ അല്ലമീന്റെ ജോലിയിൽ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആഗ്രഹിക്കുന്ന ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹബീബായ മുത്ത് റസൂലിന്റെ പോരിശ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ജോലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഈശത്തിന്റെ വഴികളിൽ അല്ലാഹു വിശാല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ രാവിലെ ദുആയിലേക്ക് കടക്കാം. കുറച്ച് ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ശൈലജ എന്ന പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവിടെ കടബാധ്യതകളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അതിന് നാം ഓതുന്ന ഫാത്തിഹ ഒരു കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു തആല ഹലീം എന്ന സഹോദരി, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ ഒരേ മഹാന്മാരുടെ ഹദ്റത്തിലേക്കാണ് ഫാത്തിഹ ഓതുന്നത്. എന്നോടൊപ്പം ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി സഹോദരങ്ങൾ ഓതുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم وإلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم وآله وأزواجه وذرياته وأهل بيته وعترته أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم إلى حضرة آبائه وإخوانه من الأنبياء والمرسلين وآلهم وذرياتهم وأهل بيتهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അൽഹംദുലില്ലാ. എല്ലാവരും ഇൻഷാ അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഓതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയാണ് ഇന്നത്തെ രാവിലെ വളരെയേറെ ദുആക്ക് ഇജാബത്തുള്ള അനുഗ്രഹീത രാവാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. റഫീഖ് എന്ന സഹോദരൻ ഇൻഷാ അല്ലാഹ് ഓതുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഹലീം എന്ന സഹോദരി മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടം അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. وإلى حضرات أرواح خلفاء الراشدين المهديين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. തൻസിലിൻ്റെ കുടുംബത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓതുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുക. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ഓതി അല്ലാഹു സ്വീകരിക്കട്ടെ. وإلى حضرات أرواح جميع الصحابة والقرابة وآلهم وذرياتهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
اللهم إلى حضرات أرواح جميع الأربعة المجتهدين وإلى أرواح والده وذرياته أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم إلى حضرات إلى أرواح الأقطاب الأربعة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഹലീം എന്ന സഹോദരി മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീന്, ദിക്ർ, സ്വലാത്ത്, സൂറത്തുകളൊക്കെ ചൊല്ലിയിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു ആ സഹോദരിയുടെ ആഗ്രഹങ്ങൾ ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അള്ളാഹു ഓതിയത് എല്ലാവർക്കും അള്ളാഹു ഹദിയെന്ന് അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ കഴിവിൻ്റെ പരമാവധി കഴിയുന്ന സഹോദരങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു യാസീനോ കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. بسم الله الرحمن الرحيم. اللهم إلى حضرات سيدنا وغوثنا سيد محي الدين عبد القادر الجيلاني قدس الله سره العزيز وآله وذرياته وأهل بيته أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم إلى حضرة سيدنا علي الكوفي قدس الله سره العزيز وآله وأهله أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم إلى حضرة سيدنا سيد فريد الدين قدس الله سره العزيز وآله وذرياته أهل بيته أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് ശൈലജ എന്ന സഹോദരി ശൈലജ അള്ളാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അവസാനം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ സൂറത്ത് ഓതുന്നത്. അള്ളാഹു നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ ദുആ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. اللهم إلى حضرة سيدنا سلطان الهند محي الدين جشتي الأجميري معين الدين جشتي الأجميري قدس الله سره العزيز وآله وأهله وذرياته أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഇൻഷാ അല്ലാഹ് ശൈലജ സഹോദരി ഓതുന്നുണ്ടെന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഓതുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم إلى حضرة سيدنا سيد بابا ولي الله قدس الله سره العزيز وآله وأهله أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
اللهم إلى حضرة سيدنا سيد عبد الرزاق قدس الله سره العزيز وآله وأهله أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم إلى حضرة سيدنا سيد أبي بكر ولي الله قدس الله سره العزيز وآله وأهله أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم إلى حضرة سيدنا موسى ولي الله وآله وأهله أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശമനം നൽകട്ടെ. اللهم إلى حضرة سيدنا وأستاذنا محمد കുഞ്ഞ് മൗലവി കുറക്കോട് നവ്വർ അല്ലാഹു മർഖദാ وآله وأهله وذرياته أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم إلى حضرة سيدنا وشيخنا وأستاذنا محمد حنيفة مولوي إمام نور الله مرقده وآله وأهله وذرياته أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اللهم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وآبائهم وذرياتهم وأمهاتهم ومشايخنا وأساتذتنا وأزواجنا وذرياتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا كلهم عامة وإلى أرواح مشايخ سلسلة القادرية ورفاعية وشاذلية والحدادية والشهروردية والجشتية والجلالية كلهم عامة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെ ദുആ വസിയത്ത് അറിയിച്ചോ എല്ലാ നാഥൻ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ റൗദയിലേക്ക് അല്ലാഹു നമ്മുടെ സ്വലാത്തുകൾ മദ്ഹുകൾ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്ക
ചെയ്യുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദിക്റും സലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസിനും നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബർക്കത്തിനാൽ റഹ്മത്തു തായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബർക്കത്തിനാൽ ശിഫയായി കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്ങലും നബി തങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹം മൗത്തതു കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല നമ്മെ കബൂലാക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീത രാവിൻ്റെ പോരിസ് കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സാഹിര്യങ്ങളുടെ സിഹറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് 3 പ്രാവശ്യം ഓതി അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅദീക വ മിൻ കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദ് അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക
ബിസ്മി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅദീക വമിൻ കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദ് അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക ബിസ്മി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅദീക വമിൻ കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദ് അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അല്ലാഹു തആല കണ്ണേറുകളിൽ നിന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത് നിത്യമാക്കുക അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സാഹചര്യങ്ങളുടെ സിഹറുകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ എല്ലാം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മലക്കുകളുടെ കാവൽ നൽകട്ടെ. ശത്രുക്കളുടേതായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് എപ്പോഴും മലക്കുകളുടെ കാവൽ അല്ലാഹു ഏർപ്പെടുത്തട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാഹ് ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റും കൂടെ ചൊല്ലി 3 പ്രാവശ്യം ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم بسم الله الرحمن الرحيم سلام قولا من رب 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 الرحيم അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നാം ഓതിയ സൂറത്തുൽ ഫാത്തിഹകൾ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ഹബീബായ മുത്ത് റസൂലിന്റെ റൗദയിലേക്ക് ആ ഫാത്തിഹയുടെ മിസ്ലി സവാബ് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും ഖബറിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കും അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയുടെ മിസ്ലി സവാബ് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടെന്ന് മണ്ണറയിലാണ് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതിൽ ആരെല്ലാം ഇന്ന് ഖബറിലാണോ അല്ലാഹു അവരുടെയൊക്കെ ഖബറിലേക്ക് നാം ഓതിയ ഈ സൂറത്തുൽ ഫാത്തിഹ മുത്ത് മുസ്തഫാന്റെ മദ്ഹ് സ്വലാത്ത് എല്ലാത്തിന്റെയും പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുത്ത് അവരുടെ ഇരുട്ടറ അല്ലാഹു വെളിച്ചമാക്കി ഖബറിടം അല്ലാഹു വിശാലമാക്കി സ്വർഗ്ഗ പൂർണ്ണമാക്കി
ബാക്കിയുള്ളതൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹീത രാവിലുള്ള നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്, നന്മകളെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ആറടി മണ്ണിൻ്റെ അകത്തളങ്ങളിൽ കഴിയുകയാണ്. അള്ളാഹു താല അവരിലേക്ക് അള്ളാഹു നാം ഓതിയതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മരണത്തിൻ്റെ ദൂതൻ ഏത് സമയമാണ് നമ്മിലേക്ക് സമാഗതമായി കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി കടന്നു വരുന്ന സമയത്ത് അതിഥി വിളിച്ച് പറയാറുണ്ട്, ഇന്ന ദിവസം ഞാൻ വരും, ഇത്ര മണിക്ക് വരും, ഇത്ര പേര് വരുമെന്ന് പറയും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളിക്കാത്ത അതിഥിയായി, രംഗബോധമില്ലാത്ത, ഏത് സാഹചര്യത്തെ പോലും തിരിച്ചറിയാതെ, ഏത് സാഹചര്യമാണെന്ന് പോലും പരിഗണിക്കാതെ ഒരു മരണം നടന്ന വീട്ടിലാണെങ്കിൽ അടുത്ത മരണത്തിന് വേണ്ടി തയ്യാറായി, അടുത്ത മനുഷ്യന്റെ ഒരു മരണം നടന്ന വീട്ടിൽ അടുത്ത മനുഷ്യന്റെ റൂഹ് എടുക്കാൻ വേണ്ടി ഒരു മരണം നടന്നു മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത അതേ വീട്ടിലെ മനുഷ്യന്റെ റൂഹ് എടുക്കാൻ മടിയില്ലാത്ത മലക്ക് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, രംഗബോധമില്ലാത്ത കോമാളിയെ എന്നാണ് രേഖപ്പെടുത്തുന്നത്. അസ്റായിലിനെ ഏത് സാഹചര്യവും ഏത് സമയത്തും കടന്നു വരും. നമ്മുടെ അവസ്ഥയെ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഒരിക്കലും അസ്റായിൽ നോക്കില്ല. അവന്റെ ജീവിതത്തിൽ വിഷമമാണല്ലോ, അതുകൊണ്ട് ഇന്ന് റൂഹ് എടുക്കേണ്ട, നാളെ എടുക്കാമെന്ന് അസ്റായിൽ ഒരു കാരണം വെച്ചാലും മാറ്റിവെക്കില്ല, പിന്തിക്കില്ല എന്നാണ്. അതുകൊണ്ട് രംഗബോധമില്ലാത്ത കോമാളിയാണ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്, ഏത് സമയത്തും നമ്മിലേക്ക് കടന്നു വരാം. നമുക്കറിയാം, മരണത്തിന്റെ ദൂതൻ കടന്നു വന്നാൽ പിന്നെ നാം നമ്മുടേതായ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പിന്നെ നമ്മെ ഒറ്റപ്പെട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും നമ്മോട് സലാം പറഞ്ഞു പോകുന്ന ഒരു അവസാന നിമിഷമാണ് മരണം. എവിടം വരെ നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, മക്കളെല്ലാം വരും. ഏതുവരെ? ഇലൽ ഖബരി, നിന്നെ അടക്കം ചെയ്യുന്ന ആറടി മണ്ണാകുന്ന ഖബർ വരെ, അതിന്റെ തൊട്ടുചാരെ, അതിന്റെ ഖബറിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് പിന്നെ നാം ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അള്ളാഹു നമ്മുടെ ഖബറിനെയും അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഈ വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഫിലിം സ്റ്റാറായി സിനിമാ മേഖലകളിലൊക്കെ തിളങ്ങി നിന്ന ഒരു മനുഷ്യൻ, സിദ്ദീഖ് എന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ മരണ വാർത്ത വളരെയേറെ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു. ഒരു സംവിധായകൻ സിദ്ദീഖ് എന്ന പേരുള്ള ആ സഹോദരന്റെ മരണ വാർത്ത, ഈ വിനീതന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോലി ചെയ്യുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തിന്റെ ഖബറിടം. അദ്ദേഹത്തെ ഖബറടക്കിയത് ആ ജുമാ മസ്ജിദിന്റെ കീഴിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെതായ മരണ വാർത്ത അറിയുമ്പോൾ ജനസാഗരങ്ങൾ, ലോകത്ത് അറിയപ്പെട്ട സിനിമാ സൂപ്പർ സ്റ്റാറുകളടക്കമുള്ള ലോകത്തെ പിടിച്ചടക്കിയിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ആ മനുഷ്യനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലും അവിടെയും അദ്ദേഹത്തെ അടക്കം ചെയ്യുന്ന ഖബറിന്റെ അടുക്കലുമൊക്കെ ഒരുപാട് ജനസാഗരങ്ങളായിരുന്നു, പത്രമാധ്യമങ്ങളടക്കം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൽ നമുക്കൊരു പാഠമുണ്ട്. എന്താണ് ചിന്തിക്കേണ്ടത്? ആ മനുഷ്യന്റെ ഖബറിടം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും ജനസാഗരങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ആ ജനസാഗരങ്ങൾ ആകാംക്ഷയോടുകൂടി മനുഷ്യന്റെ മുഖം ഒരു പ്രാവശ്യം ഒന്ന് കാണാൻ വേണ്ടി കൈയിൽ എണ്ണിയെടുക്കുന്നതിനപ്പുറമുള്ള ജനസാഗരങ്ങൾ തിങ്ങി പാർത്തുകൊണ്ട് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ കടന്നു വന്നു എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ഖബറിന്റെ തൊട്ടുചാര വരെയാണ് മാധ്യമങ്ങൾ വന്നത്, കുടുംബം വന്നത്, മക്കൾ വന്നത്, സ്നേഹിച്ചവർ വന്നത്, സിനിമാ താരങ്ങൾ വന്നത്. പക്ഷേ ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഖബറിൽ ഒറ്റയ്ക്കാണ്. ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഖബറിൽ ഒറ്റയ്ക്കാണ് കിടക്കേണ്ടത്. അതേവരെ തന്നോടൊപ്പം ചേർന്ന് തന്റെ തോളിൽ കൈയിട്ട് നടന്നവർ, തനിക്ക് ആശംസകൾ പറഞ്ഞവർ, തന്നെ കാണാൻ ഖബറിന്റെ തൊട്ടുചാരെ വന്നവർ, തന്നോടൊപ്പം സ്നേഹങ്ങൾ പങ്കിട്ടവർ, തനിക്ക് വേണ്ടപ്പെട്ടവർ, എന്തിനു പറയണ ലോകത്തിന്റെ മുമ്പിലേക്ക് വാർത്ത ടെലികാസ്റ്റ് ചെയ്ത പത്രമാധ്യമങ്ങൾ എല്ലാവരും ഖബറിന്റെ അടുക്കൽ വരെ എത്തും. പിന്നെ യാത്ര ചെയ്യുന്നത് നാമാണ്. അപ്പോ നമുക്കിതിൽ നിന്നൊരു പാഠമുണ്ട്. എന്താണ്? മരണമെന്ന് പറയുമ്പോൾ നാം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യേണ്ടത്. അത് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എത്ര വലിയ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കിയവനാണെങ്കിലും, ഈ ലോകം തന്നെ കൈവെള്ളയിൽ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ ലോകത്തെ മുഴുവനും പിടിച്ചടക്കിയവനാണെങ്കിൽ തന്നെയും മരണമെന്ന് പറയുന്ന മഹാരുചി നമ്മുടേതായ ശരീരത്തെ ഒന്ന് മാടി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖബറിലേക്കുള്ള യാത്രയാണ്. അവിടെ നമ്മോടൊപ്പം ആരുമില്ല എന്ന യാഥാർത്ഥ്യമാണ് ഓരോ മരണങ്ങളിൽ നിന്നും നാം പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ
നമ്മുടെ മരണത്തെ അള്ളാഹു നല്ല നിലയിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. നമുക്കൊരു പരാതിയാണ്, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, പലരും പറയും ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ലല്ലോ എന്ന വേദനയോടുകൂടി പലരും പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചോദിച്ചതിന് ഉത്തരം തരും. ഒരു കലങ്ങിയ വെള്ളം എന്നായാലും അത് തെളിയുക തന്നെ ചെയ്യും. അതുപോലെ നാം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് വേദനിക്കരുത്, മനസ്സിന് പ്രയാസം വരരുത്, കാത്തിരിക്കുക. നമുക്ക് വേണ്ടി അള്ളാഹു എന്താണോ ഖൈർ വെച്ചിരിക്കുന്നത് അതിലേക്ക് അള്ളാഹു നമ്മെ കൊണ്ടെത്തിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തത്സമയം ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ദുആ വസിയത്ത് അറിയിച്ച അൽ അമീൻ എന്ന കല്ലറയുള്ള സഹോദരൻ നാഥൻ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ സഹോദരിയുടെ ഖബറിലേക്ക് അള്ളാഹു നാം ഓതിയതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു ചുറ്റുമൂലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന റഫീഖ് എന്ന സഹോദരൻ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഖൈർ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി ഖബറിടം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല ശൈലജ എന്ന സഹോദരി അള്ളാഹുവിടെ കടബാധ്യതകളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലീം എന്ന സഹോദരി നാഥൻ പരിപൂർണമായി ആ സഹോദരിയെയും കുടുംബത്തെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീന് ദിക്റും സ്വലാത്തുമൊക്കെ ആ സഹോദരി ചൊല്ലിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. അതിൻ്റെ പ്രതിഫലം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, അവരുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, ലോക മുസ്ലിമീങ്ങൾ നാലെല്ലാം വിട പറഞ്ഞു പോയ അവർക്കൊക്കെ അള്ളാഹു ഹലീം എന്ന സഹോദരി നാം ഓതിയത് എല്ലാത്തിൻ്റെയും പ്രതിഫലം അള്ളാഹു കൊടുത്ത് അവരുടെ ഖബറും അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അള്ളാഹു അതിനുള്ള അവരുടെ ഖബർ വിജയിക്കാനുള്ള ഒരു സബബാക്കി നമ്മുടെ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കും. തൻസിൽ എന്ന മുത്തഅല്ലിമിന്റെ മാതാപിതാക്കൾ നാഥൻ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഒരുപാട് സഹായങ്ങൾ എത്തിച്ച പ്രിയപ്പെട്ട സഹോദരനാണ്, കുടുംബമാണ്. അള്ളാഹു അവരെ കൊണ്ട് കഴിവിന്റെ പരമാവധി സഹായങ്ങളൊക്കെ ഒരു സഹോദരിക്ക് വേണ്ടി എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ആരെല്ലാം ആ നന്മയിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അള്ളാഹു ഇഹത്തിലും വരത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൻസിലിനെ അള്ളാഹു ഉഖ്റവിയായ ആലിമീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സീനത്ത് അലി എന്ന മാതാവ് നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ബിസിനസ്സിൽ പുരോഗതി നൽകട്ടെ. അള്ളാഹു തആല മഈശത്തിൽ വിശാലം നൽകട്ടെ. മകൻ്റെ ജോലിയിൽ അള്ളാഹു ഖൈർ നൽകി നല്ല അനുയോജ്യമായ നല്ല സ്പോൺസർമാരെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന കുടുംബത്തിലുള്ളവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യ ദീർഘായുസ് നൽകട്ടെ. ആ കുടുംബ പരമ്പരകൾ നാരെല്ലാം മണ്ണറയിലാണോ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മറിയം എന്ന സഹോദരി അള്ളാഹു അവരുടെ കുടുംബത്തിലുള്ളവർ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഹലാലായ മുഴുവൻ മുറാദുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല പരിപൂർണമായി കബൂലാക്കട്ടെ. തൻസിലിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല എൻ്റെ മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് മറിയം എന്ന സഹോദരി അള്ളാഹു തആല മരണപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പ്രിയപ്പെട്ട മലപ്പുറത്ത് നിന്ന് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുജീബ് റഹ്മാൻ എന്ന സഹോദരൻ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അള്ളാഹു പുരോഗതി നൽകട്ടെ. ജീവിത മാർഗ്ഗങ്ങളിൽ വിശാലത നൽകുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കണ്ണത്താ ദൂരത്തോളം അള്ളാഹു വിശാലമാക്കി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിന്റെ ഉന്നത സ്ഥാനം അല്ലാഹുവേ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله الذي സ്വീകരിക്കട്ടെ. മുഹമ്മദ് റാഫി
ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റാഫി എന്ന സഹോദരൻ എവിടെ നിന്നാണ് എന്നൊന്ന് അറിയിച്ചാൽ അൽഹംദുലില്ലാഹ് സന്തോഷം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സുഹൈമ എന്ന സഹോദരിയുടെ ഭർത്താവാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു താല പരിപൂർണമായി അവരെയൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇഹത്തിലും പരത്തിലും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആ സഹോദരി അള്ളാഹു സ്വീകരിക്കട്ടെ, അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ, പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു താല സുഹൈമ എന്ന സഹോദരിയുടെ മനസ്സിൻ്റെ മുറാദുകൾ അള്ളാഹു സ്വീകരിക്കുകയും അവിടെ അഭിലാഷങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൻ്റെ ഉള്ളറകൾ വെച്ചിട്ടാണ് ദുആ വസീയത്ത് അറിയിച്ചത് നാഥൻ പരിപൂർണമായി എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹു യർഹമർ റഹീമായ നാഥാ, കരുണയുള്ള റബ്ബേ, കൃപയുള്ള അല്ലാഹ്, പടച്ചവനെ ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനിന്റെ അല്ലാഹുവേ പ്രാരംഭ അധ്യായം സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ സൂറത്തുൽ ഫാത്തിഹ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ പടച്ച തമ്പുരാനെ ഹലീമ എന്ന സഹോദരി ഓതിയ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിക്റുകൾ സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെല്ലാം സ്വലാത്തുകൾ ചൊല്ലിയോ സൂറത്തുൽ ഫാത്തിഹ ഓതിയോ റബ്ബേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. മുത്ത് റസൂലിന്റെ റൗളയിലേക്ക് അതിന്റെ മിസ്ലിൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ ഖബറിലാണ് റബ്ബേ, അവരെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയ നിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാഹ്. ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ, കണ്ണെത്താ ദൂരത്തോളം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിടം നീ പ്രവിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ വിനീതന്റെ മാതാപിതാക്കളടക്കം കുടുംബത്തിലുള്ളവർ റബ്ബേ പലരും ഇന്ന് ഖബറിലാണ്, ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്ലിസ് തത്സമയം ഇപ്പൊ കണ്ടുകൊണ്ട് ലോകത്തിന്റെ പല കോണിലും ഇരുന്ന് ആമീൻ പറയുന്നവരുണ്ട് റബ്ബേ, ദുആ വസിയത്ത് അറിയിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അനുഗ്രഹീത രാവിലാണ്, നീ ദുആ സ്വീകരിക്കപ്പെടുന്ന രാവിലാണല്ലോ റബ്ബേ. ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുന്നതല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മറിയമെന്ന സഹോദരി നീ സ്വീകരിക്കണേ അല്ലാഹ്. എപ്പോഴും പല ആവശ്യങ്ങളുമായി ദുആ വസിയത്ത് ചെയ്യുന്ന സഹോദരിയാണ് റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിലുള്ള സിഹറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, കണ്ണേറുകളിൽ നിന്ന് അവരെ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ തൻസിലിനെ നീ ഉഖറവിയായ നിലയിൽ പണ്ഡിതനാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉഖറവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാഫിയായ ഇൽമ റബ്ബി അവർക്ക് ഞങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ തൻസിലിന്റെ മാതാപിതാക്കൾ റബ്ബി അവരുടെ മാതാപിതാക്കൾ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. ആ വീട്ടിലുള്ളവർ കുടുംബത്തിലുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ സഹായിച്ചവർ സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചവർ റബ്ബേ, ദുആ കൊണ്ട് ഓർമ്മപ്പെടുത്തിയവർ റബ്ബേ, സ്നേഹിച്ചവർ റബ്ബേ, വല്ലാതെ സഹായിച്ചവരാണ് റബ്ബേ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ കബൂലാക്കണേ തമ്പുരാനെ, പരിപൂർണമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ്, ഒരാളെയും നീ പാഴാക്കല്ലേ റബ്ബേ. ഇഹത്തിലും പരത്തിലും നീ വിജയിപ്പിക്കണേ അല്ലാഹ്, ഇഹത്തിലും പരത്തിലും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ മുജീബ് റഹ്മാൻ എന്ന മലപ്പുറത്തുള്ള സഹോദരനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കല്ലാ, നീ മർഹമത്ത് കൊടുക്കല്ലാ, നീ ഖബർ വിശാലമാക്കി കൊടുക്ക് റബ്ബേ. ഖബറിടം നീ സ്വർഗ്ഗപൂന്തോപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ അനുഗ്രഹീത രാവിലെ ഹിജാബത്തുള്ള വെള്ളിയാഴ്ച രാവിലുള്ള ഒരുമിച്ച് കൂടലിൽ നിന്റെ കൈകൾ ഞങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങളുടെ കൈകൾ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ് അല്ലാഹ്. പടച്ചവനെ അദ്ദേഹത്തിന്റെ ഉപ്പയ്ക്ക് ഞങ്ങളുടെ ഉമ്മമാർക്ക് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം ഖബറിലാണോ പടച്ചവനെ എല്ലാവർക്കും നീ ഖബറിൽ വിശാലത നൽകണേ അല്ലാഹ്. ആരെ നീ പാഴാക്കല്ല റബ്ബേ.
അബ്ദുൽ മജീദ് എന്ന സഹോദരന്റെ കുടുംബത്തിലുള്ളവർ അല്ലാഹുവേ അവരെ സ്നേഹിച്ചവരുടെ മാതാപിതാക്കള് റബ്ബേ മക്കള് അല്ലാഹുവേ പടച്ചവനെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ് മഈശത്തിൽ വിശാലത കൊടുക്കുക ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ അല്ലാഹു ഞങ്ങൾക്കെല്ലാം നിസ്കാരം നിലനിർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ചവനെ സുഹൈമ എന്ന സഹോദരിയെ നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ഹലാല ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ ഖബൂലാക്കണേ റബ്ബേ പരിപൂർണമായി നീ സ്വീകരിക്കണേ അല്ലാഹ് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അഭിലാഷങ്ങളുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ പരിപൂർണമായി നീ ഖബൂലാക്കണേ അല്ലാഹ് വിദേശ രാജ്യത്ത് നിൽക്കുന്നത് ആ സഹോദരിയുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ് ജോലിയിൽ എളുപ്പം കൊടുക്കണേ അല്ലാഹ് ജീവിത മാർഗങ്ങളിൽ വിശാലതയും സന്തോഷവും നിറയ്ക്കണേ അല്ലാഹ് നല്ല ദാമ്പത്യ ജീവിതം കൊടുക്കണേ റബ്ബേ പടച്ചവനെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് പടച്ചവനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ വസിയത്ത് ചെയ്തോ എല്ലാരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ മസ്ജിദിന്റെ കീഴിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും കബൂലാക്കണേ അല്ലാഹ് മസ്ജിദിന്റെ ഭാരവാഹികളെ സ്വീകരിക്കണേ അല്ലാഹ് ഈ വിനീതനോട് അല്ലാഹു നേരിട്ട് ഫോണിലൂടെ ഈ ദുആ വസിയത്ത് ചെയ്ത പലരുമുണ്ട് അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ് ആരെയും നീ പാഴാക്കല്ലേ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم إنا نسألك من خير ما سألك من عبدك ورسولك ونبيك مصطفى محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك من عبدك ورسولك ونبيك مصطفى محمد صلى الله عليه وسلم رب ارحمهما كما ربياني صغيرا റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ റബ്ബേ ഞങ്ങളുടെ മക്കൾ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ് എല്ലാ രോഗങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്‌ലിസിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ് റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി صغيرا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين ഇൻഷാല്ലാഹ് എല്ലാവരും വിനീതന കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ ദുആ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.